Hi everyone, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ബോർഡ് എക്സാമിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ടോപ്പിക് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. സോ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ ലെറ്റ് us start. First question, find the value of a and b if f of x is equal to 10 for x less than or equal to 3, f of x is equal to ax plus b if 3 less than x less than 4, and is equal to 20 if x greater than or equal to 4. ഇങ്ങനെ മൂന്ന് വാല്യൂസ് ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ, അതായത് എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂസ് കണ്ടുപിടിക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇപ്പോൾ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ കേസിൽ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയിരിക്കും, will be equal. Okay, so ഇവിടെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് x equal to 3, അതായത് രണ്ട് കേസസ് എടുക്കണം. x equal to 3 എന്ന് പറയുന്നത് കേസ് 1ഉം x equal to 4 എന്ന് പറയുന്നത് കേസ് 2ഉം. അപ്പോൾ ഫസ്റ്റ് x equal to 3 എന്ന് പറയുന്ന കേസ് കൺസിഡർ ചെയ്യാം. അപ്പോൾ x equal to 3ൽ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കാം. അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലിമിറ്റ് x tends to 3 മൈനസ് x tends to 3 മൈനസ് ഈ മൈനസ്, അതാണ് ഉദ്ദേശിക്കുന്നത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. f of x is equal to limit x tends to 3 minus f of x എന്ന് പറയുന്നത് ഈ 3 മൈനസ് എന്ന് പറയുമ്പോൾ x less than or equal to 3 ഇന്റർവെൽ അല്ല വരാം. അവിടെ f of x ന്റെ വാല്യൂ എന്താ? 10 ആണ്. അവിടെ ഇപ്പോൾ x എന്തെങ്കിലും ഉണ്ടോ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ? ഇല്ല. സോ 10 ന്റെ വാല്യൂ എന്തായിരിക്കും? 10 തന്നെയായിരിക്കും. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 10 കിട്ടി. അതേപോലെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, അതായത് ലിമിറ്റ് x tends to 3 plus f of x. 3 പ്ലസ് എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ 3 അല്ലേ? അപ്പോൾ ഗ്രേറ്റർ ദാൻ 3 എന്ന് പറയുമ്പോൾ ax plus b, സെക്കൻഡ് കേസ് അല്ലേ വരിക. 3 to 4 എന്ന് പറയുന്നത് എന്താ തന്നിട്ടുള്ളത്? ax plus b. അപ്പൊ അതിൽ ax plus b കൊടുക്കാം. ഇനി എക്സിന്റെ വാല്യൂ എന്ത് കൊടുക്കണം? ലിമിറ്റ് അപ്ലൈ ചെയ്യുക. എക്സിന് 3 കൊടുക്കാം. സോ 3a plus b. ഈ രണ്ട് വാല്യൂസ് കിട്ടി, അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കിട്ടി. ഇനി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് തന്നിട്ടില്ലേ, അതിന്റെ മീനിങ് എന്താ? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് വിൽ ബി ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. അതായത് ഇപ്പൊ കിട്ടിയ രണ്ട് വാല്യൂസ് 10 is equal to 3a plus b. ഇതൊരു ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം. ഇതേപോലെ x equal to 4 കേസിലും നമ്മൾ ഇതേപോലെ സ്റ്റെപ്സ് പ്രൊസീഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. അതായത് x equal to 4ൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കൊടുക്കാം. അതായത് ലിമിറ്റ് x tends to 4 മൈനസ് f of x. ഇനി 4 മൈനസ് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 4 ആയിട്ടുള്ള കേസിൽ ഫംഗ്ഷന്റെ വാല്യൂ കൺസിഡർ ചെയ്യണം. സോ 4 മൈനസ് കേസ് എന്ന് പറയുമ്പോൾ എന്താ? ഈ ഒരു 4 മൈനസ് കേസ് എന്ന് പറയുന്നത് ax പ്ലസ് ബി ആണ് അല്ലെ? സോ ax പ്ലസ് ബി, ലിമിറ്റ് x tends to 4 മൈനസ് ax പ്ലസ് ബി, അതിൽ എക്സിന് 4 കൊടുക്കുക. അപ്പോൾ 4a പ്ലസ് ബി കിട്ടും. അതേപോലെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് x tends to 4 പ്ലസ് എഫ് ഓഫ് എക്സ്, അതായത് ലിമിറ്റ് x tends to 4 പ്ലസ് വാല്യൂ എന്താ? 4 പ്ലസ് എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ 4 കേസ്, അതായത് 20. 20യുടെ വാല്യൂ എക്സ് ഇല്ലാത്തതുകൊണ്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ട അതേ വാല്യൂ തന്നെ 20. ഇനി ഇതേ രണ്ട് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയിരിക്കില്ലേ? സോ 4a പ്ലസ് ബി ഇസ് ഈക്വൽ ടു 20. ഇത് സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി ഇത് രണ്ടും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂസ് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് 3a പ്ലസ് ബി ഈക്വൽ ടു 10ഉം സെക്കൻഡ് ഇക്വേഷൻ 4a പ്ലസ് ബി ഈക്വൽ ടു 20. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ഫസ്റ്റ് ഇക്വേഷൻ ചെയ്യാം. അപ്പോൾ 4a പ്ലസ് ബി ഇസ് ഈക്വൽ ടു 20. ഇനി മൈനസ് 3a പ്ലസ് ബി ഇസ് ഈക്വൽ ടു 10. അപ്പോൾ സബ്ട്രാക്ട് ചെയ്താൽ തന്നെ ബിയും ബിയും ക്യാൻസൽ ആവും അല്ലെ? 4a മൈനസ് 3a എന്താ? a ആണ്. ഇസ് ഈക്വൽ ടു 20 മൈനസ് 10 എന്താ? 10 ആണ്. സോ എയുടെ വാല്യൂ കിട്ടി 10. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 3 into 10 പ്ലസ് ബി ഇസ് ഈക്വൽ ടു 10. അപ്പോൾ ബിയുടെ വാല്യൂ എന്താ? 10 മൈനസ് 30, അതായത് മൈനസ് 20. അപ്പോൾ എയുടെ വാല്യൂ നമുക്ക് 10 കിട്ടി, ബിയുടെ വാല്യൂ മൈനസ് 20 കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് y is equal to x raised to x, find dy by dx. അതേപോലെ അതിൻ്റെ ഒരു സബ് ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഇഫ് x equal to at square and y is equal to 2at, find dy by dx. അപ്പോൾ ജസ്റ്റ് പാരാമെട്രിക് ഫോമിലാണ് തന്നിരിക്കുന്നത്. അതിൽ നിന്ന് dy by dx കണ്ടുപിടിക്കണം. അങ്ങനെ സോ ഫസ്റ്റ് കേസ് എടുക്കാം. y is equal to x raised to x. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ ഡിഫറൻഷ്യൽ എടുക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? ജസ്റ്റ് ലോഗ് എടുക്കുക, LHSലും RHSലും. കാരണം x raised to x ഫോമിലാണ് റൈറ്റ് സൈഡിൽ ഫംഗ്ഷൻ ഉള്ളത്. സോ ലോഗ് എടുക്കുക. അപ്പോൾ ലോഗ് y is equal to log of x raised to x. log of x raised to x എന്താ? log of a raised to m എന്താ? m log a അല്ലെ? log of x raised to x അപ്പം എന്താ? x into log a. സോറി, a അല്ല, ഇവിടെ x ആണ്. ഓക്കെ, സോ x into log x കിട്ടും. അപ്പോൾ x into log x കിട്ടി. ഇനി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, കാരണം നമുക്ക് dy by dx ആണ് ചോദിച്ചിട്ടുള്ളത്. സോ log y യുടെ ഡെറിവേറ്റീവ് എന്താ? 1 by y
ഇനി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ 1/y ഇൻറ്റു dy/dx ഇസ് ഈക്വൽ ടു എക്സ് ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ വരിക? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. കാരണം ഫസ്റ്റ് ഫംഗ്ഷൻ ഇത് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് 1/x ആണ്, പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്താ 1 ആണ്. അതായത് എക്സും എക്സും ക്യാൻസൽ ചെയ്താൽ 1 പ്ലസ് ലോഗ് എക്സ് ആണ് RHS വരിക. ക്ലിയർ ആയല്ലോ? അതാണ് 1 പ്ലസ് ലോഗ് എക്സ്. ഇനി ഈ y ഇല്ലേ, LHS y എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ കൊണ്ടുപോകും. അപ്പോൾ RHS നമുക്ക് ഓൾറെഡി 1 പ്ലസ് ലോഗ് എക്സ് കിട്ടി. LHS ഡിവൈഡഡ് ബൈ y RHS പോകുമ്പോൾ പ്രോഡക്റ്റ് ആയിട്ട് വരും. അപ്പോൾ y ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ്. ഇനി ക്വസ്റ്റനിൽ y ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ് ആണ് തന്നിട്ടില്ലേ, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ yക്ക് പകരം എക്സ് റേസ് ടു എക്സ് കൊടുത്താൽ എക്സ് റേസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ് ആണ് dy/dx. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് ഈക്വൽ ടു 80 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ y is equal to 280 തന്നിട്ട് നമുക്ക് dy/dx കാണാം. എങ്ങനെയാണ് dy/dx കാണാം? dy/dx എന്ന് പറയുന്നത് ഈ എക്സും വൈയും ഇവിടെ ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ dy/dt ഡിവൈഡഡ് ബൈ dx/dt ആണ് നമുക്ക് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? അപ്പോൾ y വിത്ത് റെസ്പെക്ട് ടു ടി ആദ്യം കാണാം, ദെൻ ഡിവൈഡഡ് ബൈ എക്സ് വിത്ത് റെസ്പെക്ട് ടു ടി. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എങ്ങനെയല്ല, ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമില്ല, പക്ഷേ ഇതിങ്ങനെ തന്നെ ചെയ്യണം, ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ. സോ ആദ്യം dx/dt കണ്ടുപിടിക്കാം. ഏതായാലും dy/dt ആയാലും കുഴപ്പമില്ല. എക്സ് ഈക്വൽ ടു 80 സ്ക്വയർ തന്നിട്ട് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു ടി കണ്ടുപിടിക്കാം. സോ a കോൺസ്റ്റന്റ് മാറ്റി എഴുതി. ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി എന്താ? 2t. അതുകൊണ്ട് 280 ആണ് ആൻസർ. അതേപോലെ y ഇസ് ഈക്വൽ ടു 280 ആണ് അല്ലേ? അപ്പോൾ dy/dt എന്താ വരിക? 2a കോൺസ്റ്റന്റ് ആണ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ടി എന്താ? 1. അപ്പോൾ 2a വന്നു. ഇനി dy/dx എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ, അതായത് 2a ഡിവൈഡഡ് ബൈ 280. ഇപ്പോൾ 2a ക്യാൻസൽ ആയാൽ 1/t ആണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡെറിവേറ്റീവ് ഓഫ് ലോഗ് ഓഫ് എക്സ് ക്യൂബ് ഇസ്. അതായത് y is equal to log of x cube അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ dy/dx എന്ന് പറയുന്നത് എന്തായിരിക്കും? ആദ്യം log xന്റെ എന്താ? 1/x. ഇവിടെ ഇപ്പോൾ എക്സിന് പകരം എക്സ് ക്യൂബ് ആയതുകൊണ്ട് 1/x ക്യൂബ്. ഇനി ഇൻറ്റു ചെയിൻ റൂൾ പ്രകാരം നമ്മൾ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് ചെയ്യാം, അതായത് 3x സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ എക്സ് ക്യൂബും ക്യാൻസൽ ചെയ്ത് താഴെ ഒരു എക്സ് വരും. സോ 3/x ആണ് ആൻസർ. Next question, find the value of k so that the function f of x is equal to kx plus 1 if x less than or equal to 5, 3x minus 5 if x greater than 5. Okay, അപ്പോൾ 5 എന്ന് പറയുന്ന വാല്യൂന് ലെസ് ദാൻ ആണെങ്കിൽ kx plus 1ഉം ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ 3x minus 5 തന്നിട്ടുണ്ട്. The function is continuous at x equal to 5 എന്നും തന്നിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? നമുക്ക് ഫംഗ്ഷന് രണ്ട് വാല്യൂസ് ഉണ്ട്, ലെസ് ദാൻ ഈക്വൽ ടു 5 ഒരു വാല്യൂ, ഗ്രേറ്റർ ദാൻ 5 ഒരു വാല്യൂ. എക്സ് ഈക്വൽ ടു 5 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണ് ഫംഗ്ഷൻ തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം ആയിരിക്കും അറ്റ് ദാറ്റ് പോയിന്റ് അല്ലേ? അതായത് ഇവിടെ ഇപ്പോൾ എക്സ് ഈക്വൽ ടു 5 അല്ലേ കണ്ടിന്യൂസ് ആണ് തന്നിട്ടുള്ളത്. സോ എക്സ് ഈക്വൽ ടു 5ന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം ആയിരിക്കും, അപ്പോഴേ നമുക്ക് കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 മൈനസ് എഫ് ഓഫ് എക്സ്, ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, is equal to limit x tends to 5 plus f of x, ഇതാണ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനിൽ. ഇനി 5 മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ലെസ് ദാൻ ഈക്വൽ ടു 5യുടെ കേസിൽ ഫംഗ്ഷന്റെ വാല്യൂ എന്താ? kx plus 1. അപ്പോൾ ആ kx plus 1ൽ 5 എന്ന് പറയുന്ന വാല്യൂ എക്സിൽ കൊടുക്കുക. സോ 5k plus 1, ഇതാണ് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കിട്ടുക, അതായത് 5k plus 1. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ 3x minus 5, സെക്കൻഡ് വൺ, അതായത് എക്സ് ടെൻസ് ടു 5 പ്ലസ് അല്ലേ, ഗ്രേറ്റർ ദാൻ 5 കണ്ടീഷൻ. അപ്പോൾ 3x minus 5, അതിൽ എക്സിന്റെ വാല്യൂ എന്ത് കൊടുക്കണം? 5 കൊടുക്കണം. അതായത് 3 into 5 15 minus 5, 15 minus 5 എത്രയാ? 10. അപ്പോൾ 5k plus 1 equal to 10. അതിൽ നിന്ന് kയുടെ വാല്യൂ എന്ത് കിട്ടുക? 9/5. Next question, discuss the continuity of the function f of x is equal to 3x plus 1 if x less than or equal to 3, x square plus 1 if x greater than 3. പിന്നെ അതുപോലെ അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. വെരിഫൈ റോൾസ് തിയറം ഫോർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x സ്ക്വയർ മൈനസ് 12x പ്ലസ് 1 ഇൻ ദ ക്ലോസ്ഡ് ഇന്റർവൽ 2,4. അപ്പോൾ രണ്ടും രണ്ട് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടിന്യൂറ്റിയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് രണ്ടും, പക്ഷേ വണ്ണിന് എക്ക് റിലേറ്റഡ് അല്ല ബി തന്നിരിക്കുന്നത്, സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാം, അതായത് ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റി ഡിസ്കസ് ചെയ്യണം അല്ലേ? അപ്പോൾ അതിന്റെ മീനിങ് എന്താ? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കാം. രണ്ടും ഈക്വൽ ടു ദ ഫംഗ്ഷൻ ആണെങ്കിൽ എന്താ? എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ 3 എന്ന് പറയുന്ന പോയിന്റിലാണ് നമുക്ക് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യേണ്ടത് അല്ലേ?
സോ ലിമിറ്റ്, അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് എന്താ, ലിമിറ്റ് എക്സ് ടെൻസ് ടു, ഇവിടെ 3 മൈനസ് എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല, അത് ശ്രദ്ധിക്കണം. 3 മൈനസ്, ഇവിടെ 3 പ്ലസ് ഉണ്ട്. അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ്. അപ്പോൾ 3 മൈനസ് എന്ന് പറയുമ്പോൾ എന്താ, എക്സ് ലെസ് ദാൻ 3യുടെ കേസിൽ, അതായത് ഫംഗ്ഷന്റെ വാല്യൂ 3x + 1 ആണ്. ഇനി ആ എക്സിന് എന്ത് വാല്യൂ കൊടുക്കണം, 3 കൊടുക്കണം. സോ 3 × 3 എത്രയാണ്, 3 × 3 + 1, അതായത് 9 + 1 ദാറ്റ് ഇസ് 10. ക്ലിയർ ആയല്ലോ. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 10 കിട്ടി. അതേപോലെ റൈറ്റ് ഹാൻഡ് ലിമിറ്റിന്റെ വാല്യൂ എങ്ങനെയാണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ കണ്ടീഷൻ, അവിടെ ഫംഗ്ഷന്റെ വാല്യൂ എന്താ, x² + 1. അപ്പോൾ x² + 1ൽ എക്സിന് എന്ത് കൊടുക്കണം, 3 കൊടുക്കണം. ദാറ്റ് ഇസ് 3² + 1, 9 + 1, അതും 10 തന്നെ കിട്ടി. ഇത് രണ്ടും ഈക്വൽ ആയിട്ട് കിട്ടി അല്ലെ. ഇനി f(3)യുടെ വാല്യൂ എന്താ, അതായത് എക്സിന് എക്സിന് 3 കൊടുക്കുക. അപ്പൊ ഈ രണ്ട് കേസിൽ കൊടുത്താലും നമുക്ക്, അതായത് 3x + 1 അതിൽ എക്സിന് 3 കൊടുത്താലും അതേപോലെ x² + 1ൽ 3 കൊടുത്താലും രണ്ട് കേസിലും നമുക്ക് 10 തന്നെയാണ് വാല്യൂ കിട്ടുന്നത്. അപ്പൊ f(3)ഉം 10 കിട്ടി. ദാറ്റ് മീൻസ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു f(x). സോ f(x) ഇസ് കണ്ടിന്യൂസ്. ക്ലിയർ ആയല്ലോ. സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ at x = 3 ആ f(x) എന്നത് കണ്ടിന്യൂസ് ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വെരിഫൈ റോൾസ് തിയറം ഫോർ ദ ഫംഗ്ഷൻ f(x) is equal to 2x² minus 12x plus 1 in the closed interval 2, 4. Clear ആയല്ലോ. According to Rolle's theorem, f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈ തന്നിരിക്കുന്ന ഇന്റർവൽ, ക്ലോസ്ഡ് ഇന്റർവെലിൽ കണ്ടിന്യൂസ് ആയിരിക്കും. പിന്നെ f(x) വന്നത് ഡിഫറൻഷ്യബിൾ ആയിരിക്കും ഓൺ ദ ഓപ്പൺ ഇന്റർവൽ 2, 4. അത് മാത്രമല്ല f(a) will be equal to f(b). അപ്പോൾ റോൾസ് തിയറം ഇതേപോലെ, അക്കോർഡിംഗ് ടു റോൾസ് തിയറം, അതായത് f(x) കണ്ടിന്യൂസ് ആയിരിക്കും ക്ലോസ്ഡ് ഇന്റർവൽ 2, 4, ഡിഫറൻഷ്യബിൾ ആയിരിക്കും ഓപ്പൺ ഇന്റർവൽ 2, 4. പിന്നെ അത് മാത്രമല്ല f(a) will be equal to f(b). ഇനി ഒരു സ്പെസിഫിക് കണ്ടീഷൻ പറയാനുള്ളത്, f'(c) will be 0 such that c എന്ന് പറയുന്നത് it belongs to open interval a, b. If f'(c) equal to 0 such that there exists c which belongs to a, b, then അതായത് റോൾസ് തിയറം ഇസ് വെരിഫൈഡ്. ക്ലിയർ ആയല്ലോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, f'(x) കണ്ടിട്ട് അതിൽ എക്സിന് c കൊടുക്കുക. ഓക്കെ, അതായത് f'(c) equal to 0 കൊടുക്കുക. അതിൽ നിന്ന് സിയുടെ വാല്യൂ നമുക്ക് കിട്ടും. ആ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഈ a, b എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ ഇൻക്ലൂഡഡ് ആണോ ചെക്ക് ചെയ്യുക. ആണെങ്കിൽ റോൾസ് തിയറം വെരിഫൈഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് എങ്ങനെയാണെന്ന് പ്രൂവ് ചെയ്യാം. സോ ഫസ്റ്റ് കേസിൽ ഇപ്പോൾ റോൾസ് തിയറം പ്രകാരം f(x) കണ്ടിന്യൂസ് ആണ് ക്ലോസ്ഡ് ഇന്റർവൽ 2, 4. ഇനി f(x) ഡിഫറൻഷ്യബിൾ ആണ് ഓപ്പൺ ഇന്റർവൽ 2, 4. ഈ ക്ലോസ്ഡ് ഇന്റർവൽ ആൻഡ് ഓപ്പൺ ഇന്റർവൽ തമ്മിലുള്ള ഡിഫറൻസ് എന്താ, ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ ഈ n പോയിന്റ്സിൽ, അതായത് 2ഉം 4ഉം ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ ഓപ്പൺ ഇന്റർവെല്ലിൽ ആ n പോയിന്റ്സ് ഇൻക്ലൂഡഡ് അല്ല. അത് ജസ്റ്റ് ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക. ഇനി f(a) എന്ന് പറഞ്ഞാൽ എന്താ, എക്സിന് a കൊടുക്കുക. എയുടെ വാല്യൂ എന്താ, ഈ 2, 4ൽ a എന്ന് പറയുന്നത് 2ഉം b എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ f(a) കണ്ടുപിടിച്ചത്, അതായത് f(2). അപ്പോൾ നമുക്ക് f(x) തന്നിട്ടുണ്ട് 2x² minus 12x plus 1. 2 × 2² minus 12 × 2 plus 1. ഇതിന്റെ വാല്യൂ എന്താ വരിക, 4 × 2 8 minus 24 plus 1. അപ്പോൾ ഇത് പറയുന്നത് -15 ആണ് അല്ലേ. സോ f(a) is equal to -15 കിട്ടി. ഇതേപോലെ f(b), അതായത് f(4) സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് f(x)ൽ എക്സിന് 4 കൊടുക്കുക. എക്സിന് 4 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഗെയിൻ f(b) കിട്ടും. അതായത് f(b) എന്ന് പറയുന്നത് -15 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി x = 4. സോ നമുക്ക് ഇവിടെ രണ്ട് വാല്യൂസും സെയിം വാല്യൂ കിട്ടി. അതായത് f(a) = f(b) എന്ന് നമുക്ക് കിട്ടി. അത് പ്രൂവ് ചെയ്തു. ഇനി f'(x) കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, എന്നിട്ട് c സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ f'(x) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x² minus 12x plus 1. ഇതിലെ f', അതായത് ഈ 1ന്റെ 0 ആയിപ്പോൾ 2x² എന്താ വരിക, 4x then -12 അല്ലേ. 4x minus 12, അതാണ് f'(x). ഇനി ഇതിൽ എക്സിന് c കൊടുക്കുക, അതിൽ f'(c). അപ്പോൾ f'(c) is equal to 0 കൊടുക്കുക. അതായത് 4c, എക്സിന് c കൊടുക്കുക, 4c minus 12 equal to 0 കൊടുത്തിട്ട് സിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. 4c minus 12 is equal to 0. അപ്പോൾ 4c is equal to 12. ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 3. സിയുടെ വാല്യൂ എന്താ കിട്ടുക, 3. ഇനി ഈ 3 എന്ന് പറയുന്ന വാല്യൂ ഓപ്പൺ ഇന്റർവൽ 2, 4ൽ ഇൻക്ലൂഡഡ് അല്ലേ, ആണ്. സോ ഹെൻസ് റോൾസ് തിയറം is verified. Next question, verify Rolle's theorem for the function
f of x equal to x square plus 2x minus 8 where x belongs to closed interval minus 4, 2. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അതേ കണ്ടീഷൻസ് തന്നെ റോൾസ് തിയറത്തിൽ എന്താ f of x എന്നത് കണ്ടിന്യൂസ് ആയിരിക്കും ക്ലോസ്ഡ് ഇന്റർവൽ minus 4, 2, ഡിഫറൻഷ്യബിൾ ആയിരിക്കും ഓപ്പൺ ഇന്റർവൽ minus 4, 2. പിന്നെ മാത്രമല്ല f of a will be equal to f of b. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് ചെക്ക് ചെയ്യുക, അതായത് f of a യും f of b യും a എന്ന് പറയുന്നത് -4 ഉം b എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ f of a എന്ന് പറയുന്നത് എന്താ f of -4, അതായത് x സ്ക്വയർ പ്ലസ് 2x മൈനസ് 8ൽ -4 കൊടുക്കുക, -4 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു -4 -8. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, അതായത് 16, ദെൻ ഇത് -8 ഇത് 0 ആണ് അല്ലേ. അതേപോലെ തന്നെ നമുക്ക് f of b കാണാം. f of b എന്ന് പറഞ്ഞാൽ f of 2 ആണ്. ഇതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2 -8, അതായത് 4 പ്ലസ് 4 -8, ദിസ് ഓൾസോ 0. അപ്പോൾ നമുക്ക് കിട്ടി f of a is equal to f of b equal to എന്താ കിട്ടിയത്, 0 കിട്ടി. അപ്പോൾ അത് നമ്മൾ പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് കേസിൽ f dash of x കണ്ടുപിടിക്കാം. സോ f dash of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x സ്ക്വയർ പ്ലസ് 2x മൈനസ് 8ന്റെ ഡെറിവേറ്റീവ് കാണാം, അതായത് x സ്ക്വയറിന്റെ 2x ആണ്, 2xന്റെ 2 ആണ്, അപ്പോൾ 2x പ്ലസ് 2 കിട്ടും. അപ്പോൾ 2x പ്ലസ് 2ൽ ഇനി ബൈ റോൾസ് തിയറം f dash of c എന്താ, 0 ആണ്. f dash of c is 0. എന്നിട്ട് നമ്മൾ x ന് c കൊടുക്കുക, അതായത് 2x plus 2 is equal to 0ൽ x ന് c കൊടുക്കുക. അപ്പോൾ 2c plus 2 is equal to 0. അതായത് 2c plus 2 equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 2c is equal to -2. 2 2 ക്യാൻസൽ ചെയ്താൽ c യുടെ വാല്യൂ എന്താ കിട്ടുക, -1 അല്ലേ. ഇനി ഈ -1 എന്ന് പറയുന്നത് -4, 2 എന്ന് പറയുന്ന ഓപ്പൺ ഇന്റർവെൽ ഇൻക്ലൂഡഡ് ആണോ, ശരിയാണ് അല്ലേ. -4, 2 ഓപ്പൺ ഇന്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ വാല്യൂസ് വരാം, then -3, -2, -1, 0, 1 ഈ വാല്യൂസ് വരും. ഇതിൽ -1 ഇൻക്ലൂഡഡ് ആണ്, ശരിയല്ലേ. സോ റോൾസ് തിയറം വാസ് വെരിഫൈഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് dy by dx where y എന്ന് പറയുന്നത് x raised to x ആണ്. അപ്പോൾ y = x raised to x പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, അത് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യൂ. അതേപോലെ തന്നെ സെയിം ഇവിടെ ആൻസർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ x = 2at² ഉം y = at raised to 4. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ dy by dxന്റെ ഫോർമുല എന്താണ്, dy by dt ഡിവൈഡഡ് ബൈ dx by dt ആണ് അല്ലേ. അതായത് y വിത്ത് റെസ്പെക്ട് ടു t ചെയ്യുക ഡിവൈഡഡ് ബൈ x വിത്ത് റെസ്പെക്ട് ടു t. അപ്പോൾ y വിത്ത് റെസ്പെക്ട് ടു t ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, y എന്ന് പറയുന്നത് a × t raised to 4 ആണ്. അപ്പോൾ dy by dt എന്ത് വരും, ഇതിൽ a കോൺസ്റ്റന്റ് മാറ്റി എഴുതി, t raised to 4ന്റെ 4t³ ആണ്. സോ 4at³ കിട്ടി. അതേപോലെ dx by dt എന്താ വരിക, 2a കോൺസ്റ്റന്റ് ആണ്, 2a × t² ഡെറിവേറ്റീവ് 2t ആണ്. സോ 4at കിട്ടും. ഓക്കെ, ഇനി ഇത് ഡിവൈഡ് ചെയ്യാം, dy by dt by dx by dt ചെയ്യാം, അതായത് 4at³ by 4at ചെയ്യാം. അപ്പോൾ ഇവിടെ 4a ക്യാൻസൽ ആയി, t³ by t എന്താ വരിക, t². അപ്പോൾ t² ആണ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, which among the following is not true? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് a polynomial function is always continuous, b a continuous function is always differentiable, c a differentiable function is always continuous, d log x is continuous for all x greater than 0. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, അതായത് a continuous function is always differentiable. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താ, നോട്ട് ട്രൂ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ കെയർഫുൾ ആയി വായിക്കുക, പെട്ടെന്ന് ലാസ്റ്റ് ട്രൂ കണ്ടിട്ട് അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ തെറ്റിപ്പോരുത്. ഇതിൽ ഏതാ ശരിയല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ തന്നിരിക്കുന്നത് എന്താ, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഇസ് ഓൾവേസ് ഡിഫറൻഷ്യബിൾ. അത് ചില കേസസിൽ അങ്ങനെ അല്ല. ഓക്കെ, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എപ്പോഴും ഡിഫറൻഷ്യബിൾ ആവണം എന്നില്ല. ക്ലിയർ ആയല്ലോ, അതുകൊണ്ടാണ് ഇറ്റ് ഈസ് നോട്ട് ട്രൂ. ഓക്കെ, താങ്ക് യു.